അപ്പോൾ ഇൻട്രൊഡക്ഷന് ശേഷം ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത് ഏതാണ്? മോഷണൽ EMF എന്ന ടോപ്പിക്. പക്ഷേ അതിനു മുമ്പ് ഒരു ലോ കടന്നു വരുന്നുണ്ട്. ഏതായിരിക്കും? ഫാരഡേസ് ലോ. ഫാരഡേസ് ലോയും പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഫാരഡേസ് ലോ. ഫാരഡേന് ശരിക്കും 2 ലോസ് ഉണ്ട്. This can be modified as classified as first law and second law. ഓക്കെ, ഫസ്റ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, എന്തായിരിക്കും അപ്പോൾ ഫസ്റ്റ് ലോ? നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും. വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ദർ എക്സിസ്റ്റ് അല്ലെങ്കിൽ ദർ പ്രൊഡ്യൂസസ് ആൻ EMF or an current in that coil. അതാണ് ഫസ്റ്റ് ലോ. ഇനി സെക്കൻഡ് ലോ എന്തായിരിക്കും? അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഒരു EMF ആ ഒരു കോയിലിൽ പ്രൊഡ്യൂസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ EMF എപ്പോഴും ആ കോയിലിൻ്റെ ഫ്ലക്സിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. വെറുതെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആവോ? അല്ല. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ ഒരു EMF ഇവിടെ പ്രൊഡ്യൂസ് ആയി പറഞ്ഞല്ലോ. ആ EMF വെറുതെ പ്രൊപ്പോർഷണൽ അല്ല, d/dt ഓഫ് ദാറ്റ് ഫ്ലക്സ് ഇൻ ദ കോയിൽ, മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ കോയിൽ. ഓക്കെ, അപ്പോൾ 2 ലോസാണ് ഫാരഡേസ്. ഒന്ന് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ, അത് കുഴപ്പമില്ല. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടായ ആ ഒരു EMF അത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇലക്ട്രിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചാലോ? അതായത് EMF produced in that coil is directly proportional to the fluxed linked with that coil. ഓക്കെ, ഇതാണ് 2 ഫാരഡേസ് ലോ. ഇനി അടുത്തത് ലെൻസസ് ലോ. വാട്ട് ഈസ് ലെൻസസ് ലോ? ഈ ഫാരഡേ കഴിഞ്ഞാൽ ഉടനെ ലെൻസസ് ലോ ആണ് വരുന്നത്. ഫാരഡേ ടോപ്പിക്ക് കഴിഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് ലെൻസസ് ലോ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ലെൻസസ് ലോ? ലെൻസസ് ലോ ഫാരഡേസ് ലോ തന്നെ. കാരണം അത് ഫാരഡേ പറഞ്ഞു തന്നെ പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞു EMF ഉണ്ടായി, അത് എന്തിനോട് പ്രൊപ്പോർഷണലുമാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിനോട് പ്രൊപ്പോർഷണലുമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കേട്ടോ. ഓക്കെ, അതിനോട് പ്രൊപ്പോർഷണലായി അതൊരു വെച്ചോട്ടെ. നമ്മുടെ ലെൻസസ് ലോ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ EMF ഈ ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഈ ഫ്ലക്സ് കാരണമാണ് EMF ഉണ്ടായത്. പക്ഷെ അതൊന്നും ഭാഗവയ്ക്കാതെ EMF ഈ ഫ്ലക്സിനെ എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. ഫ്ലക്സ് ഇപ്പോൾ ഞാൻ വിചാരിക്കും, ഫ്ലക്സ് കൂട്ടിയിട്ടാണ് ഇവിടെ EMF ഉണ്ടായതെങ്കിൽ ഈ EMF എന്ത് ചെയ്യും? ഫ്ലക്സിനെ കുറയ്ക്കും. ഫ്ലക്സ് കുറഞ്ഞിട്ട് EMF ഉണ്ടായതാണെങ്കിൽ ഈ ഉണ്ടായ EMF ഫ്ലക്സിനെ കൂട്ടും. ഇതാണ് ലെൻസസ് ലോ. ലെൻസസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും? whenever there is a EMF produced in that coil, that EMF is in the direction opposite to the flux linked with that coil. ഓക്കെ, ഇതിൻ്റെ ഡെഫിനേഷൻ അല്ല ഇവിടെ പ്രധാന കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പാറ്റേൺ മാറുന്നതിനനുസരിച്ച് കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടുവരികയാണ്. ഡെഫിനേഷൻ എക്സാം ആ ഒരു സമയത്ത് നമുക്ക് പഠിക്കാം, പക്ഷേ കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? കൺസെപ്റ്റിനാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ലെൻസസ് ലോ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്.